ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മുട്ട ബജിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 1/2 കപ്പ് കടലമാവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ എടുക്കുന്നതിൻ്റെ പകുതി ഭാഗം കടലമാവ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ പഞ്ചസാരയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും ചെറിയൊരു കുഞ്ഞു പിടി മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഈ മാവിലേക്ക് ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. ഒരുപാട് ലൂസിലും അല്ല, എന്നാൽ ഒരുപാട് ടൈറ്റും ആയിട്ടും അല്ല നമ്മളിത് കലക്കിയെടുക്കേണ്ടത്. ഒരു മീഡിയം പരുവത്തിൽ നമ്മളിത് കോഴിമുട്ട ഇതിലേക്ക് മുക്കുമ്പോൾ മുട്ടയിലേക്ക് മാവ് പിടിച്ച് നിൽക്കുന്ന രീതിയിലൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കലക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിലേക്ക് ഈ ഒരു പരുവം പോരാ കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അത് നന്നായിട്ട് കൈകൊണ്ട് നടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഇത്ര മതിയാകും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കലക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത്രയും മതി. ഇനി നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കലക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് അപ്പസോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, സോഡാപ്പൊടി. അതുകൂടെ ചേർത്തിട്ട് നമ്മളിത് കൈകൊണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ കായപ്പൊടിയും അപ്പസോഡയും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൂടെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് വരും. കണ്ടോ, ഇത്രേ ഉള്ളൂ. മാവ് ഇവിടെ റെഡിയായി. ഇപ്പം ഞാൻ 4 പുഴുങ്ങിയ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ മുട്ട നമുക്കിതൊന്ന് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം 4ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു കോഴിമുട്ട 2ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഓയിലൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയത്തിൽ നിന്നൊരല്പം താത്തിയാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ മാവിലേക്ക് ഓരോ കോഴിമുട്ടയുടെ പകുതി എടുത്തിട്ട് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചില സമയത്ത് ഒന്ന് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കി നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് മേത്തേക്കാകും. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിച്ചിട്ടില്ല. അപ്പോൾ ചില സമയത്ത് ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. കണ്ടോ, അപ്പോൾ ഒരു ഭാഗം ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു അടിപൊളി മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായക്കൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.